ആൻറ്റീരിയർ ബോർഡർ, പോസ്റ്റീരിയർ ബോർഡർ, ഇൻഫീരിയർ ബോർഡർ. അതിൽ ആൻറ്റീരിയർ ബോർഡറിൽ നമ്മൾ പ്ലൂറയുടെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ലങ് വരുന്നത് 6th കോസ്റ്റൽ കാർട്ടിലേജ്, ലെഫ്റ്റ് ലങ് വരുന്നത് 4th കോസ്റ്റൽ കാർട്ടിലേജ് ടു 6th കോസ്റ്റൽ കാർട്ടിലേജ്. ആ സെയിം സംഭവം തന്നെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ആൻറ്റീരിയർ ബോർഡറിൻ്റെ അപ്പർ പാർട്ടിലായിട്ട് നമുക്ക് ഫസ്റ്റ് റിബിൻ്റെ നോച്ച് കാണാൻ പറ്റും. ഫസ്റ്റ് റിബിൻ്റെ നോച്ച് ഈ ആൻറ്റീരിയർ ബോർഡറിൻ്റെ ഭാഗത്താണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, റൈറ്റ് 6th കോസ്റ്റൽ കാർട്ടിലേജ്, ലെഫ്റ്റ് 4th to 6th കോസ്റ്റൽ കാർട്ടിലേജ്. പ്ലൂറയുടെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതിൽ ഈ കാർഡിയാക് നോച്ചിൻ്റെ താഴെ ആയിട്ടുണ്ടല്ലോ, ഈ ലെഫ്റ്റിൽ നമുക്ക് കാർഡിയാക് നോച്ചുണ്ട്. ഈ കാർഡിയാക് നോച്ചിൻ്റെ അറ്റത്തുള്ളൊരു പോർഷൻ നമ്മൾ ലിംഗുല എന്ന് പറയുന്നത്. ലിംഗുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടങ്ക് ലൈക്ക് പ്രൊട്രൂഷനാണ്. ഈ ലിംഗുലയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ലിംഗുലയുടെ അവിടെ നിന്നാണ് ടേർഷ്യറി ബ്രോങ്കയോൾസ് ഡിവൈഡ് ചെയ്യുന്നത്. ടേർഷ്യറി ബ്രോങ്കൈ ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഈ ലിംഗുലയിൽ നിന്നാണ് ടേർഷ്യറി ബ്രോങ്കൈ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആൻറ്റീരിയർ ബോർഡറിൽ പറയാനുള്ളത്. എന്താണ് ആൻറ്റീരിയർ ബോർഡറിൻ്റെ റൈറ്റ് ലെങ്ങിൻ്റെ 6th കോസ്റ്റൽ കാർട്ടിലേജ്, ലെഫ്റ്റ് ലെങ്ങിൻ്റെ 4th to 6th കോസ്റ്റൽ കാർട്ടിലേജ്, പിന്നെ ഫസ്റ്റ് റിബിനുള്ളൊരു നോച്ച് ഉണ്ട് അവിടെ, പിന്നെ കാർഡിയാക് നോച്ചുണ്ട്. കാർഡിയാക് നോച്ചിൻ്റെ താഴെയായിട്ട് ലിംഗുല ഉണ്ട്. ലിംഗുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടങ്ക് ലൈക്ക് പ്രൊട്രൂഷനാണ്. ടേർഷ്യറി ബ്രോങ്കൈ ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആൻറ്റീരിയർ ബോർഡറിൽ പറയാനുള്ളത്. ആൻറ്റീരിയർ ബോർഡർ മാത്രം കാര്യമായിട്ട് പറയണുള്ളൂ. പിന്നെ നമ്മുടെ സർഫസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ പറയണുള്ളൂ കേട്ടോ. സർഫസിൽ നമ്മൾക്ക് മെയിനായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് മിഡിയാസ്റ്റിനൽ സർഫസാണ്. ഓക്കെ, അപ്പോൾ അത് ഓരോ ലങ്ങിനും വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലങ് വരക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഹാർട്ട് ഉണ്ട് കേട്ടോ. ഹാർട്ടിന് ഞാൻ റഫായിട്ട് അങ്ങനെ വരക്കുകയാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് റൈറ്റ് ലങ്, ഇത് ലെഫ്റ്റ് ലങ്, ഇത് ഹാർട്ടിൻ്റെ 4 ചേംബർ. റൈറ്റിൽ നമുക്ക് റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ഇത്രയും സംഭവം മനസ്സിലായല്ലോ. അപ്പോൾ ഈ മിഡിയാസ്റ്റിനൽ സർഫസാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. ഈ സർഫസ് നമ്മുടെ ലങ്സിൻ്റെ ഈ സർഫസ് ഏതൊക്കെ സ്ട്രക്ചേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ റൈറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്കറിയാം അല്ലേ, ഇവിടെ റൈറ്റ് ഏട്രിയം ഉണ്ട്, പിന്നെ ഇവിടെ സുപ്പീരിയർ വീന കാവ ഉണ്ട്, ഇവിടെ ഇൻഫീരിയർ വീന കാവ ഉണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് നമ്മൾക്ക് വേറൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഹൈലം ഉണ്ട്. ഹൈലം എന്തായിരുന്നു? ട്രക്കിയ ഇതായിട്ട് ബ്രോങ്കസ് ഇങ്ങനെ വന്നിട്ട് ബ്രോങ്കസ് കയറുന്ന സ്ഥലം, ഇതാണ് ഹൈലം. ഇവിടെ നമുക്ക് ഹൈലം ഉണ്ട്. ഈ ഹൈലത്തിൻ്റെ മുമ്പിൽ, പിന്നെ പുറകിൽ, മുകളിൽ, ഈ 3 പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് അത് നമുക്ക് വരുന്ന വഴി പറയാം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ റൈറ്റ് ലങ് റിലേറ്റ് ചെയ്തിരിക്കുന്ന എന്തിനോടൊക്കെയാണ്? റൈറ്റ് ഏട്രിയം, ദെൻ സുപ്പീരിയർ വീന കാവ, ദെൻ ഇൻഫീരിയർ വീന കാവ. ഇത്രയും സൈഡ്, അതായത് നമ്മുടെ വീനസ് സൈഡ് ഓഫ് ദ ഹാർട്ട്. ലെഫ്റ്റ് ആണെങ്കിലോ ആർട്ടീരിയൽ സൈഡ് അല്ലേ, ലെഫ്റ്റ് ഏട്രിയം, പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിൾ, പിന്നെ നമുക്ക് ഇവിടെ നിന്ന് എന്തുണ്ട്? അയോട്ടയുണ്ട്. അയോട്ട ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് താഴേക്ക് വരുന്നുണ്ട്.